പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് നമസ്കാരം. ഞാൻ ഹാജയാണ്. ഹാജാസ് PSCയിൽ ഇന്ന് ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ്സാണ്. ഇംഗ്ലീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ വിഭാഗമാണ് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷനിൽ നമുക്കറിയാം, ഏത് പരീക്ഷ എടുത്താലും, ബാങ്കിൻ്റെയോ SSCയുടെ ഒക്കെ എക്സാമിനേഷൻ എടുത്താലും കേരള PSC എടുത്താലും ഒക്കെ ഇംഗ്ലീഷിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് ഈ പ്രപ്പോസിഷൻ. ഇന്ന്, ഓണ്, അറ്റ്, എബൌട്ട്, ഓവർ, ഇതൊക്കെ എവിടെയാണ് കൃത്യമായിട്ട് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഒരു സെൻറ്റൻസിനകത്ത്. ഇത് വളരെ ക്ലീനായിട്ട് പഠിപ്പിച്ചെടുക്കാൻ കഴിയുന്നൊരു സാധനം കൂടെ തന്നെയാണ്. അപ്പോൾ ഇത് ഞാനിന്ന് നിങ്ങൾക്കൊരു ക്ലാസ് തരാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. പ്രിയ ഉദ്യോഗാർത്ഥികളോട്, ഇതാദ്യമായി കാണുന്ന ആൾക്കാരോട് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ മറ്റ് ക്ലാസ്സുകളൊക്കെ, ഇത് നമ്മുടെ ഇംഗ്ലീഷിനകത്ത് 3ാമത്തെ ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ ടാഗ് ചെയ്തു, കോൺകോഡ് ചെയ്തു. ഇനി അടുത്ത ഇതേപോലെ മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശം. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമിനേഷനൊക്കെ ഇച്ചിരി ഒന്ന് മാറ്റിയതുകൊണ്ട് പല ആൾക്കാരും ക്ലാസ്സുകളൊന്നും കാണുന്നില്ല, വ്യക്തമായി പഠിക്കുന്നില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ പിന്നിലുള്ള ഒരു എഫേർട്ട് ഭയങ്കര വലുതാണ്. ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവരോട് ഈ ക്ലാസ് കാണാൻ വേണ്ടി പറയുകയും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രപ്പോസിഷൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. ഏവർക്കും ഹാജാസ് PSCയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് പ്രപ്പോസിഷൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഇന്ന് പഠിക്കാൻ പോണത് അറ്റ് എന്ന് പറയുന്നൊരു പ്രപ്പോസിഷനെ കുറിച്ചാണ്. പ്രപ്പോസിഷനിൽ അറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അറ്റ്, ഇന്ന്, ഓണ് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളിന്ന് അറ്റ് എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ഏതെല്ലാം അവസരങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ദ ബസ് റീച്ച്ഡ് കൊല്ലം അറ്റ് 9:30 AM. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ അറ്റാണ്. ബസ് കൊല്ലത്ത് 9:30 എന്നാണ്. ഇങ്ങനെ ഒരു കൃത്യസമയത്തെ കാണിക്കാൻ നമ്മൾ അറ്റ് ഉപയോഗിക്കും. ഓർമ്മിക്കണം, കൃത്യസമയം കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ആണ് അറ്റ്. ഓക്കെ, ഐ വിൽ സ്റ്റാർട്ട് ദ ക്ലാസ് അറ്റ് 2:30. 2:30 ഞാൻ ക്ലാസ് ആരംഭിക്കും. അറ്റ് എന്ന് പറയുന്നത് ഒരു കൃത്യസമയത്തെ കാണിക്കാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ആഘോഷങ്ങളുടെ മുന്നിൽ അറ്റ് ഉപയോഗിക്കും. അറ്റ് ഓണം, അറ്റ് ക്രിസ്മസ് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഒരാളുടെ കഴിവിനെ സൂചിപ്പിക്കാൻ അറ്റ് ഉപയോഗിക്കാറുണ്ട്. അന്ന ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് എന്ന് പറയാറുണ്ട്. ഇൻ ഇംഗ്ലീഷ് എന്ന് പറയില്ല. അപ്പോൾ ഒരാളുടെ കഴിവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അറ്റ് ഉപയോഗിക്കാറുണ്ട്. കൃത്യസമയം കാണിക്കാൻ വേണ്ടിയിട്ട് അറ്റ് ഉപയോഗിക്കാറുണ്ട്. ആഘോഷങ്ങൾക്ക് മുന്നിൽ അറ്റ് ഉപയോഗിക്കാറുണ്ട്. അറ്റ് ഓണം, അറ്റ് ക്രിസ്മസ്, അറ്റ് റംസാൻ എന്നൊക്കെ പറയാറുണ്ട്. ഒരു സ്ഥലം പറയാൻ വേണ്ടിയിട്ട് അറ്റ് ഉപയോഗിക്കാറുണ്ട്. അയ്യങ്കാളി വാസ് ബോൺ അറ്റ് വെങ്ങാനൂർ എന്നേ പറയൂ, ഇൻ വെങ്ങാനൂർ പറയില്ല. അയ്യങ്കാളി വാസ് ബോൺ അറ്റ് വെങ്ങാനൂർ എന്നാണ് പറയേണ്ടത്. ഷീ ബോട്ട് സാരീസ് അറ്റ് ₹500 പെർ പീസ്. ഓരോ സാരിക്കും 500 രൂപ വെച്ച് അവള് എന്ത് ചെയ്തു? സാരികൾ വാങ്ങിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, എണ്ണം പറയുമ്പോൾ ഓക്കെ, തുക പറയുമ്പോൾ അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷനാണ് അറ്റ്. ശ്രദ്ധിക്കാനുണ്ട്, അറ്റ് 4 o'clock എന്നേ പറയൂ. സാധാരണ സെന്റൻസുകളിൽ ഉപയോഗിക്കാറുണ്ട് അറ്റ് 5 o'clock, അറ്റ് 4 o'clock അങ്ങനെ പറയാറുള്ളൂ. അതുപോലെ തന്നെ ഓക്കെ, ഐ വിൽ കം അറ്റ് നൈറ്റ്, ഞാൻ നൈറ്റ് വരും. ഐ വിൽ കം അറ്റ് മോർണിംഗ്. അറ്റ് നൈറ്റ്, അറ്റ് മിഡ് നൈറ്റ്, മോർണിംഗ് അല്ല, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് സൺറൈസ്, അറ്റ് സൺസെറ്റ്, അറ്റ് 12:30, അറ്റ് ഡോൺ, അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഡോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡോൺ എന്ന് പറയാൻ പാടില്ല. ഡാൺ എന്നാണ് എൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ. ഡാൺ എന്ന് പറഞ്ഞാൽ പുലരി എന്നാണ്, പ്രഭാതം. അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അറ്റ് നൂൺ, അറ്റ് ഡസ്ക് എന്ന് പറഞ്ഞാൽ സായാഹ്നം. അറ്റ് ബിഗിനിങ്, അറ്റ് ദ ബിഗിനിങ് തുടക്കത്തിൽ, അറ്റ് ദ എൻഡ് അവസാനം, അറ്റ് ദ വീക്കെൻഡ് ആഴ്ചയുടെ അവസാനം, അറ്റ് ദ സെയിം ടൈം അതേ സമയം. അറ്റ് ദ സെയിം ടൈം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട് സാധാരണയായി, അതേ സമയം തന്നെ ഞാൻ മറ്റൊരു കാര്യവും ചെയ്യും. അറ്റ് ദ സെയിം ടൈം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അറ്റ് നൂൺ പറയാം, അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പറയാം, അറ്റ് ഡസ്ക് പറയാം, അറ്റ് ഡോൺ പറയാം, അറ്റ് 12:30 പറയാം, അറ്റ് ദ ബിഗിനിങ് പറയാം, അറ്റ് ദ എൻഡ് പറയാം,
അറ്റ് ദ വീക്കെൻഡ് പറയാം, അറ്റ് ദ സെയിം ടൈം പറയാം. അറ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന കണ്ടീഷനുകളെല്ലാം കൃത്യമായി പഠിച്ചിട്ടേ അടുത്ത സ്ലൈഡ് പഠിക്കാവൂ. അപ്പൊ അറ്റ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്? കൃത്യസമയത്തിന് മുന്നിൽ, ആഘോഷങ്ങളുടെ മുന്നിൽ, ഒരാൾക്ക് ഒരു പ്രത്യേക കാര്യത്തിൽ കഴിവുണ്ട് എന്ന് കാണിക്കാൻ അറ്റ്, ഒരു പ്രത്യേക സ്ഥലം പറയാൻ അറ്റ്, അതുപോലെ തന്നെ തുക, എണ്ണം, വില ഇതെല്ലാം പറയാൻ അറ്റ്. അറ്റ് 4 o'clock, അറ്റ് ഡോൺ, അറ്റ് ഡസ്ക്, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് വീക്കെൻഡ്, അറ്റ് ദ ബിഗിനിങ്, അറ്റ് ദ എൻഡ്, അറ്റ് ദ വീക്കെൻഡ് ഇങ്ങനെയൊക്കെ പറയാറുള്ളൂ. അവിടെയൊക്കെ ഇന്നോ, ബയ്യോ, ഓണോ, ഫോറോ ചേർത്താൽ ചേരില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അറ്റ് ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത പ്രപ്പോസിഷൻ ഏതെല്ലാം അവസരങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺ എന്ന പേരുള്ള ഒരു പ്രപ്പോസിഷനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രപ്പോസിഷൻ തന്നെയാണ് ഈ ഓൺ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഓണിനെ നമുക്കൊന്ന് പഠിച്ചെടുക്കാം. എവിടെയൊക്കെയാണ്, ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഓൺ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഒരു പ്രത്യേക ദിവസത്തിനോ തീയതിക്കോ മുന്നിൽ ഓൺ ചേർക്കണം. എൻ്റെ പൊന്നു പിള്ളേരെ, ഒരു പ്രത്യേക തീയതി, അതുപോലെ ദിവസം, അതിനു മുന്നിൽ ഓണാണ് ചേർക്കേണ്ടത്. ഐ വിൽ കം ടു യുവർ ഹോം ഓൺ സൺഡേ. ഞാൻ ഞായറാഴ്ച നിന്റെ വീട്ടിലോട്ട് വരും. ഞായറാഴ്ച സ്പെസിഫിക് ആയി പറഞ്ഞിരിക്കുന്ന ഒരു ദിവസമാണ്. അതിനു മുന്നിൽ ഓൺ വേണം. മൈ സൺ വാസ് ബോൺ ഓൺ, തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുന്നിൽ, തീയതികൾക്ക് മുന്നിൽ ഓൺ വേണം, ഓൺ തന്നെ വേണം. ദേ ആർ ഓൺ ദ ട്രെയിൻ, അവർ ട്രെയിനിനുള്ളിലാണ്. ഏതെങ്കിലും ഒരാള് ഒരു വാഹനത്തിനുള്ളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഓൺ ഉപയോഗിക്കാറുണ്ട്. ഇനി അപ്പൊ നിങ്ങൾ ചോദിക്കും, സൈക്കിളിൽ പോയാലോ എന്ന്. ഓൺ ദ ബൈസൈക്കിൾ എന്നേ പറയൂ. മനസ്സിലാവുന്നുണ്ട്? ദേ ആർ ഓൺ ദ ട്രെയിൻ. ഓക്കെ, ദേ ട്രാവൽ ഓൺ എ ബൈസൈക്കിൾ എന്നേ പറയാറുള്ളൂ. ഇൻ ദ ട്രെയിൻ എന്ന് പറയില്ല. ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഓൺ ദ എന്ന ഓൺ എന്നേ ഉപയോഗിക്കാറുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു മൃഗത്തിനെ പുറത്താണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഹി ട്രാവൽഡ് ഓൺ ഹോഴ്സ്, അവൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നു. അവൻ വേറെ ഏതെങ്കിലും ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഓൺ തന്നെ ഉപയോഗിക്കണം. വിവിധ പരീക്ഷകളിൽ PSC വിവിധ അവസരങ്ങളിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും മൃഗങ്ങളെ, ഏതെങ്കിലും വാഹനങ്ങളെ ഒക്കെ ഓണാണ്. ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിക്കുന്ന അവസരങ്ങളിൽ ഈസ് ഓൺ ദ ഫോൺ റൈറ്റ് നൗ, അവനിപ്പോൾ ഫോണിലാണ്, അവനിപ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവനിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മൈ ഫേവറേറ്റ് മൂവി വിൽ ബി ഓൺ TV ടുനൈറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഇന്ന് രാത്രി TV-യിൽ വരും. ഓക്കെ, അവിടെയൊക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങളായ ഫോണ്, TV, കമ്പ്യൂട്ടർ ഇതൊക്കെ പറയുന്ന സമയങ്ങളിൽ ഓൺ ഉപയോഗിക്കാം. നോക്കണേ, ഹി ഈസ് വർക്കിംഗ് ഓൺ എ ഫാം എന്ന് പറഞ്ഞാൽ കെട്ടിടമല്ലാത്ത ഒരു സ്ഥലത്ത് ഒരാൾ വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഓൺ പറയാം. കെട്ടിടം എന്ന് പറയുന്ന 4 ചുവരുകൾക്കുള്ളിലുള്ള അതിൻ്റെ ഉള്ളിലല്ല ഒരാൾ വർക്ക് ചെയ്യുന്നത്. ഒരാൾ തുറസായ ഒരു സ്ഥലത്താണ്, ഒരു ഫാമിലാണ്. കെട്ടിടത്തിനുള്ളിലല്ല എങ്കിൽ അവിടെ ഓൺ ഉപയോഗിക്കാം. ഏതെങ്കിലും നദികളുടെ തീരത്തുള്ള പട്ടണങ്ങളെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കാം. താജ്മഹൽ ലൈസ് ഓൺ ദ യമുന, ഓൺ ദ റിവർ ഓഫ് യമുന, ഓൺ ദ റിവർ ഓഫ് യമുന. യമുനയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എന്ന്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഓൺ ഉപയോഗിക്കുക. അപ്പോ എന്താ പറഞ്ഞത്? ദിവസങ്ങൾക്ക് മുന്നിൽ, തീയതികൾക്ക് മുന്നിൽ, വാഹനങ്ങളുടെ ഉള്ളിൽ, ബൈസൈക്കിൾ ആണെങ്കിലും ഓൺ തന്നെ. അതുപോലെ മൃഗങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്, അതുപോലെ കെട്ടിടത്തിനുള്ളിലല്ലാത്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന അവസരങ്ങളിൽ, അതുപോലെ തന്നെ നദീതീര പട്ടണങ്ങളെ സൂചിപ്പിക്കാൻ ഒക്കെ ഉപയോഗിക്കുന്നത് ഓണാണ്. ഇതുപോലെ ഓൺ പറയുന്നത് നോക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഓൺ പറയുന്ന മറ്റവസരങ്ങൾ, ഓൺ എ ന്യൂ ഇയർ ഡേ, ഒരു ന്യൂ ഇയർ ദിവസം, പുതുവത്സര ദിവസം. ഓൺ ക്രിസ്മസ് ഈവ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന്റെ തലേ ദിവസം. ഓൺ ഹിസ് ബർത്ത്ഡേ, അവന്റെ ബർത്ത്ഡേ ദിവസം ഓണേ പറയൂ. ഓൺ സൺഡേ, ഓൺ മൺഡേ, ഓൺ സെപ്റ്റംബർ 5th അധ്യാപക ദിനം,
ഓൺ ദ 6th ഇങ്ങനെയൊക്കെയാണ് പറയുക. അപ്പൊ ഇതെല്ലാം ഓർത്തു വെക്കണം, മനസ്സിനകത്ത് ഇതെല്ലാം ഓർമ്മയിൽ നിൽക്കണം. ആവർത്തിച്ച് കണ്ടീഷൻസ് പഠിച്ചിട്ട് പ്രപ്പോസിഷനിലോട്ട് പോകണം. പ്രപ്പോസിഷന്റെ ചോദ്യം ഉൾപ്പെടുത്താത്ത കേരള PSCയുടെ പരീക്ഷകളില്ല. അത് മനസ്സിലാക്കി ഈ ക്ലാസ്സിനെ നോക്കി കാണണം. ഓൺ എവിടെയെല്ലാമാണ് ഉപയോഗിക്കുക എന്ന് പഠിക്കണം. ശരി, നമുക്ക് അടുത്തതിലോട്ട് പോവാം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രപ്പോസിഷനാണ് ഫോർ. ഒരുപാട് PSC പരീക്ഷകളിൽ ഫോർ വെച്ചിട്ടുള്ള പ്രപ്പോസിഷൻ വരുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു കാലയളവ്, ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ ഫോർ ഉപയോഗിക്കുക. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ലാസ്റ്റ് 2 months. അവസാനം ഒരു 2 മാസമായി അവൾ ഇവിടെ ജോലി ചെയ്തു വരുന്നു എന്നാണ്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 months. അത് ഏത് മാസം എന്ന് പർട്ടിക്കുലർലി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഒരു കാലയളവാണ്. അതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോർ ഉപയോഗിക്കുക. മിക്കവാറും ഫോർ ഉപയോഗിക്കുന്നത് സാധാരണ പ്രസന്റ് ഈ പറയുന്ന ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വേറൊരു കണ്ടീഷനാണ് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൾ വേണ്ടി എന്നാണ്. ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ്. ആക്ച്വലി അർത്ഥം അതാണ്, വേണ്ടി എന്നാണ്. ഹി ഈസ് പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ. അവൻ സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ 2 സ്ഥലങ്ങളിലാണ് ഫോർ ചേർക്കുന്നത്. ഒരു കാലയളവിനെ സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ പ്രസന്റ്ലി. ഇപ്പം കേട്ടോ, ഇപ്പോൾ ഇവിടെ പറയുന്നത് ഹീസ് പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ, ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിലും നമുക്ക് ഫോറിനെ ചേർക്കാം. എന്നാൽ ഒരു പോയിന്റ് ഓഫ് ടൈം, ഒരു കൃത്യമായ വർഷം, ഒരു കൃത്യമായ മാസം, ഒരു കൃത്യമായ സമയം, ഇങ്ങനെയൊക്കെ ഉള്ള, എന്നാൽ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു കൃത്യമായ ഒരു പോയിന്റ് ഓഫ് ടൈം എന്ന് പറയാം. അതാ കറക്റ്റ്. ഇത് പീരീഡ് ഓഫ് ടൈം എന്ന് പറയാം. ഇത് പീരീഡ് ഓഫ് ടൈമിലാണ് ഫോർ ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ടൈമിലാണെന്നും പറയാം. ഒരു പോയിന്റ് ഓഫ് ടൈം. ഇപ്പോ ദേ ഹാവ് ബീൻ വർക്കിംഗ് ദെയർ സിൻസ് അവർ ഇവിടെ 1999 മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബീൻ അറ്റൻഡിങ് ദ ക്ലാസ് സിൻസ് മോർണിംഗ്. ഓക്കെ, രാവിലെ മുതൽ നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാനാണ് എപ്പോഴും നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. ഫോർ ആണെങ്കിൽ പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. പ്രപ്പോസിഷനുകളുടെ രാജാവാണ് ഇൻ. നോക്കണം, ഒരു എന്താ പറയുക, ഒരു സീസൺ, ഇൻ വിന്റർ, ഇൻ സമ്മർ, ഇൻ ഓട്ടം. ഓട്ടം എന്ന് പറഞ്ഞാൽ ശരത്കാലം. ഓക്കെ, അങ്ങനെയുള്ള ഓട്ടം, ശരത്കാലം, സമ്മർ സീസൺ, വേനൽക്കാലം, വിന്റർ സീസൺ, ഇതൊക്കെ പറയാൻ ഒരു എന്താ പറയുന്നത്, ഒരു കാലം, അതിനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം, ഇൻ പറയാം. ഇൻ വിന്റർ, ഇൻ സമ്മർ, ഇൻ ഓട്ടം എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഇന്ത്യ ബിക്കെയിം എ റിപ്പബ്ലിക് ഇൻ 1950. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയി. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇൻ ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു ഫേമിൽ ഒരാൾ ജോലി ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻ ഉപയോഗിക്കാം. ഒരു ആഴ്ചയുടെ അവസാനം അല്ലെങ്കിൽ ഒരു കാലത്തിന്റെ അവസാനം കാണിക്കാൻ ഇൻ ഉപയോഗിക്കാം. ഐ വിൽ ബി ബാക്ക്, ഞാൻ തിരികെ വരും, ഇൻ എ വീക്ക്. ഇങ്ങനെ പറയാം. നോക്കൂ, ഇൻ ദ പാസ്റ്റ് പറയാറുണ്ട്. നമ്മൾ സെന്റൻസുകളും പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്നതാണ് ഇൻ ദ പാസ്റ്റ്. ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ. ഇൻ ദ മിഡിൽ ഏജ്, ഇൻ ആൻ അവർ. ഓക്കെ, ഇൻ ആൻ അവർ, മണിക്കൂറിനുള്ളിൽ. ഇൻ ജാനുവരി, ഇൻ 1990s, ഇൻ സെപ്റ്റംബർ 2020, ഇൻ 1947, ഇൻ ദ വീക്ക് ബിഫോർ ഓണം, ഇൻ ദ മന്ത് ആഫ്റ്റർ ഹോളി, ഇൻ ദ അവേഴ്സ് ഫോളോഡ് ദ എർത്ത്, ഇൻ ദ ഡേയ്സ് ആഫ്റ്റർ ഹെർ ഡെത്ത്. ഇങ്ങനെ ഇൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇൻ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ഒരു
ശരത്കാലം, വേനൽക്കാലം, മൺസൂൺ കാലം, ഇങ്ങനെയുള്ള കാലങ്ങൾക്ക് മുമ്പിൽ ഉപയോഗിക്കാറുണ്ട്. ഒരു പ്രത്യേക കമ്പനിയിൽ ഒരാൾ ജോലി ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ ഇന്ന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഒരു ആഴ്ചയുടെ അവസാനം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് സാധാരണ ഇന്ന് ഉപയോഗിക്കുന്നത്. ഇൻ ദ പാസ്റ്റ്, ഇൻ ദ ഫ്യൂച്ചർ, ഇൻ ആൻ അവർ, ഇൻ ദ മിഡിൽ ഏജ്, ഇൻ 1990s. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ഇത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ഒരു മാർക്കാക്കി നമുക്ക് മാറ്റണമെങ്കിൽ ഇന്നിൻ്റെ യൂസേജുകളെല്ലാം പഠിക്കണം. അതായത് ഈ കാണുന്ന ഈ ഏരിയ അത്രയും നന്നായിട്ടൊന്ന് നോക്കി വെക്കണം. കാരണം ഇവിടെ നിന്ന് ഇതെല്ലാം ഒന്ന് ഉപയോഗിക്കണം. അപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് എക്സാമിനേഷൻ ചോദിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കി വെക്കുക. ബാക്കിയൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി പഠിക്കാം. ഈ ഒരൊറ്റ ക്ലാസ് മതിയാവും നിങ്ങൾക്ക് പ്രപ്പോസിഷൻ പഠിച്ചെടുക്കാൻ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രപ്പോസിഷൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും പ്രപ്പോസിഷൻ്റെ ചോദ്യങ്ങളെ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ കണ്ട് അത് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് പ്രീവിയസ് ആയിട്ടുള്ള 35 ചോദ്യങ്ങളാണ് ഇന്ന് ക്ലാസ്സിനകത്ത് അവതരിപ്പിക്കുന്നത്. കാരണം ഇതിങ്ങനെ അവതരിപ്പിക്കും. ഇനി നമുക്കല്ലാതെ തന്നെ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് അല്ലാതെ ഇംഗ്ലീഷിൻ്റെ തന്നെ മിസലേനിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. അതിനകത്തും പ്രപ്പോസിഷൻ വരും. അങ്ങനെ തന്നെ ഒരു 100ഓളം പ്രപ്പോസിഷൻ നമുക്ക് കിട്ടും, ഡിഫറെൻ്റ് ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ ആദ്യം ഇത്രയും റൂളുകൾ അങ്ങ് പഠിക്കുക. പിന്നെ ഇന്നും അറ്റും ഒക്കെ ഉപയോഗിക്കുന്ന ചില വേർഡുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫോണ്ട് ഓഫ്, അങ്ങനെ പറയാറുള്ളൂ. അക്കമ്പനീഡ് ബൈ പറഞ്ഞാൽ മനസ്സിലായോ? കൺഗ്രാജുലേറ്റ് ഓൺ, അങ്ങനെ ഗുഡ് അറ്റ്. അപ്പോൾ ഇതൊക്കെ ഓരോ കണ്ടീഷൻ പറയും. അത് നമുക്ക് അങ്ങനെ പോകുമ്പോൾ പഠിക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതൊന്ന് പഠിച്ച് പോവാം. നോക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഷീ കംസ് ടു സ്കൂൾ ഡാഷ് ബസ്. ഷീ കംസ് ടു സ്കൂൾ ഡാഷ് ബസ്. ഓപ്ഷനുകളൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ രസകരമായ ഓപ്ഷനുകളാണ് തന്നിട്ടുള്ളത്. ബൈ ഉണ്ട്, ഓൺ ഉണ്ട്, ടു ഉണ്ട്, ഇൻ ഉണ്ട്. ഷീ കംസ് ടു സ്കൂൾ ഡാഷ് ബസ്. ഒരു വാഹനത്തിലാണ് അവൾ സ്കൂളിലേക്ക് വരുന്നത് എന്ന് പറയാൻ വാഹനത്തിന് മുന്നിൽ ഒരു വാഹനത്തിലാണ് വരുന്നത് എന്ന അർത്ഥത്തിലാണെങ്കിൽ, ഓക്കെ, അവൾ സ്കൂളിലേക്ക് വരുന്നത് ബസ്സിലാണ് എന്ന് പറയാൻ ബൈ ബസ് ആണ് ഉപയോഗിക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണ് ബൈ ബസ് അല്ലെങ്കിൽ ബൈ കാർ. ഷീ കംസ് ടു സ്കൂൾ ബൈ കാർ, ഷീ കംസ് ടു സ്കൂൾ ബൈ ബസ്. ഒന്ന് പറഞ്ഞു നോക്കണം. ഷീ കംസ് ടു സ്കൂൾ ബൈ വേറെ ഏതെങ്കിലും ഒരു വാഹനം, സ്കൂട്ടർ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പം അത് ഓർത്തോണം. രണ്ടാമത്തേത് മൈ ഡോട്ടർ വാസ് റിജോയ്സ്ഡ്. ആനന്ദിക്കുക, സന്തോഷിക്കുക എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഡാഷ് ഹിയറിംഗ് ദ റിസൾട്ട്. ഓക്കെ, എൻ്റെ മകള് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഡാഷ് ഹിയറിംഗ് ദ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ റിജോയ്സ്ഡ്, ഇവിടെ എന്താണ് സാർ, എന്തുകൊണ്ടാണ് സാർ അറ്റ് വന്നത് എന്ന് ചോദിച്ചാൽ, റിജോയ്സ്ഡ് എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക, സന്തോഷിക്കുക എന്നൊക്കെയാണ്. ആഹ്ലാദിക്കുക, കറക്റ്റായിട്ടുള്ളത് ആഹ്ലാദിക്കുക എന്നാണ്. എൻ്റെ മകൾ ആഹ്ലാദിച്ചു. ആഹ്ലാദിച്ചു എന്ന വാക്ക് കഴിഞ്ഞാൽ വരേണ്ടത് അറ്റാണ്. ഗുഡ് അറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അറ്റ് തന്നെ വരണം. ഇങ്ങനെ അറ്റ് വളരെ സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് അലാംഡ് അറ്റ്, എയിം അറ്റ്, അമേസ്ഡ് അറ്റ്, അമ്യൂസ് അറ്റ്, അറൈവ് അറ്റ്. അറ്റേ ഉപയോഗിക്കാറുള്ളൂ. അറ്റ് ഉപയോഗിക്കണം. അറ്റ് മാത്രമാണ് ഇത്തരം വാക്കുകളുടെ കൂടെ ശരി. പഠിക്കണേ. എങ്ങനെയാ? അലാംഡ് അറ്റ്, എയിം അറ്റ്, അമേസ്ഡ് അറ്റ്, അമ്യൂസ് അറ്റ്, അറൈവ് അറ്റ്, റിജോയ്സ്ഡ് അറ്റ്. പഠിക്കണം. 5-10 തവണ പറഞ്ഞിട്ടേ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാവൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 3. ഷീ സിറ്റ്സ് ഡാഷ് ആൻഡ് ആം ചെയർ. നോക്കാം. അവൾ ഇരിക്കുന്നു. ഓക്കെ, ഡാഷ് ആൻഡ് ആം ചെയർ, ഒരു ആം ചെയറിൽ അവൾ ഇരിക്കുന്നു എന്ന് പറയുകയാണ്. ഇവിടെ ഷീ സിറ്റ്സ് ഇൻ ആൻ ആം, ഇൻ ആൻ ആം ചെയറിനെ പറയും. ഒരു ആം ചെയറിൽ, ആം ചെയർ എന്ന് പറഞ്ഞാൽ കൈയുള്ള ചെയർ, അല്ല കൈയൊക്കെ ഉള്ള ചെയർ എന്ന അർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ മതി. അവൾ കൈയുള്ള ചെയറിലോട്ട് അവൾ ഇരിക്കുന്നു. ഷീ സിറ്റ്സ് ഇൻ ആൻ ആം ചെയർ. പറഞ്ഞ് കേട്ട് പഠിക്കുക കേട്ടോ. ഇതുപോലെ പറയേണ്ടതാണ് ആക്യുറേറ്റ് ഇൻ, ആക്യുറേറ്റ് കൃത്യം, അബൗണ്ട് ഇൻ, അബ്സോർബ് ഇൻ ആഗിരണം ചെയ്യുക, ബിലീവ് ഇൻ
ബിലീവ് ഇൻ വിശ്വസിക്കുക, ഡിലൈറ്റ് ഇൻ, ഇവിടെ എല്ലാം ഇന്നേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോ ഷീ സിറ്റ്സ് ഇൻ ആൻ ആം ചെയർ. ആം ചെയർ, ആം ഉള്ളത് കൊണ്ട് അതൊരു ക്ലോസ്ഡ് വസ്തുവായി കണക്കാക്കിയാണ് നമ്മൾ ഇവിടെ ഇന്ന് ചേർക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാനൊരു മുറിക്കുള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്നെന്നല്ലേ പറയും, അല്ലേ? ആണ്. ഇവിടെ ഷീ സിറ്റ്സ് ഡാഷ് ആൻഡ് ആം ചെയർ. ആം ചെയർ എന്ന് പറഞ്ഞാൽ കൈയുള്ള ചെയർ എന്നാണ്, കയ്യൊക്കെ ഉള്ള ചെയർ. അതിനകത്ത് അപ്പൊ അതൊരു ക്ലോസ്ഡ് വെസലായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് ഇന്നേ വരൂ. അതുപോലെ ഇന്ന് വരുന്നതാണ് അക്യുറേറ്റ് ഇൻ, അബുണ്ടന്റ്, അബുണ്ടിൻ, അബ്സോർബിൻ, ബിലീവ് ഇൻ, ഡിലൈറ്റ് ഇൻ. അടുത്ത് നോക്കാം. ഹി ഹാസ് 3 ചിൽഡ്രൻ. അവർക്ക് 3 കുട്ടികളുണ്ട്. ഹെർ ഫസ്റ്റ് ഹസ്ബൻഡ്, ആദ്യ ഭർത്താവിൽ. ഇവിടെ ആദ്യ ഭർത്താവിൽ 3 കുട്ടികളുണ്ട് എന്ന് പറയാൻ ഇവിടെ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ബൈ ആണ്. ആദ്യ ഭർത്താവിൽ അവൾക്ക് 3 കുട്ടികളുണ്ട് എന്ന് പറയാൻ ബൈ ഉപയോഗിക്കണം. ഷീ ഹാസ് 3 ചിൽഡ്രൻ ബൈ ഹെർ ഫസ്റ്റ് ഹസ്ബൻഡ് എന്നേ പറയാവൂ. അതാണ് ശരിയായ പ്രയോഗവും അതാണ് ശരിയായ രീതിയും. നോക്കാം. ഐ ആം ഫോണ്ട്, പ്രീഹിറ്റ് ആണ്. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നോക്കേണ്ടത് വേറൊന്നുമല്ല. ഐ ആം ഫോണ്ട്. ഫോണ്ട് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട പിള്ളേരെ, ഓഫ്. എൻ്റെ പൊന്നു പിള്ളേരെ തെറ്റിക്കരുത്. ഫോണ്ട് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഫോണ്ട് ഓഫ്, ഫോണ്ട് ഓഫ്, ഫോണ്ട് ഓഫ് എന്നേ പറയൂ. നോക്കാം. ഫോണ്ട് ഓഫ്. ഓഫ് പറയുന്നത് ബിവെയർ ഓഫ്, ബൂസ്റ്റ് ഓഫ്, ഷുവർ ഓഫ്, സിക്ക് ഓഫ്, ടയർഡ് ഓഫ്. ബിവെയർ ഓഫ് സൂക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ, ബോസ്റ്റ് ഓഫ്, ഷുവർ ഓഫ്, സിക്ക് ഓഫ്, ടയർഡ് ഓഫ്. ഫോണ്ട് ഓഫ്, ഫോണ്ട് ഓഫ്, സിക്ക് ഓഫ്, ഫോണ്ട് ഓഫ്, സിക്ക് ഓഫ്, ടയർഡ് ഓഫ്, ബിവെയർ ഓഫ്, ബോസ്റ്റ് ഓഫ്, ഷുവർ ഓഫ്, 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 ഓഫ്. നോക്കാം അടുത്തത്. ജെയിൻ റീച്ച്ഡ് ദെയർ. ജെയിൻ അവിടെ എത്തും, 8 മണിക്കെത്തും. എൻ്റെ പൊന്നെ, കൃത്യസമയം. കൃത്യസമയം അറ്റ്, കൃത്യസമയം കാണിക്കാൻ അറ്റാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കണേ, ഗുഡ് അറ്റ്. ഐ ആം ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. ഞാൻ മാത്തമാറ്റിക്സിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം. ഐ ആം ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. ഓക്കെ. ഐ ആം ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ അറിയാം. ഐ ആം ഗുഡ് അറ്റ് ഫ്രഞ്ച്. ഐ ആം ഗുഡ് അറ്റ് അറബിക്. ഐ ആം ഗുഡ് അറ്റ് ഡാഷ്. ഐ ആം ഗുഡ് അറ്റ്. ഗുഡ് അറ്റ് പറയുമ്പോൾ ബാഡ് അറ്റ്. ഗുഡ് കഴിഞ്ഞിട്ട് അറ്റേ പാടുള്ളൂ, ബാഡ് കഴിഞ്ഞു അറ്റേ പാടുള്ളൂ. മനസ്സിലായോ? ബ്രില്യൻ്റ് അറ്റ്. ആഹാ. ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, ബ്രില്യൻ്റ് അറ്റ്, ക്ലെവർ അറ്റ്, ഡൾ അറ്റ്, എക്സ്പെർട്ട് അറ്റ്. എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. നമുക്ക് സാധാരണ ബോർഡിൽ എഴുതി പഠിപ്പിച്ചാൽ പെട്ടെന്ന് പഠിപ്പിക്കാം, പക്ഷേ ഇതൊരു ടെക്നിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രസമാണ് ഇങ്ങനെ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും. അതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ബാഡ് അറ്റ്, ബ്രില്യൻ്റ് അറ്റ്, ക്ലെവർ അറ്റ്, ഡൾ അറ്റ്, എക്സ്പെർട്ട് അറ്റ്. അടുത്ത് നോക്കാം. ലത ഹാസ് ട്രബിൾ ഡാഷ് റിമെമ്പറിങ് പീപ്പിൾസ് നെയിം. ഓക്കെ. കുട്ടികളുടെ പേരുകളൊക്കെ ഓർത്തെടുക്കുന്നതിൽ ലതയ്ക്ക് ചെറിയ കുഴപ്പമുണ്ട്. അപ്പോൾ ഇവിടെ ട്രബിള്, ട്രബിൾ, ട്രിബിൾ അല്ല, ട്രിബിൾ നമ്മൾ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇത് ട്രബിൾ, കുഴപ്പം. ഓക്കെ. ആൾക്കാരുടെ, കുട്ടികളെന്നല്ല, ആൾക്കാരുടെ പേരുകളൊക്കെ ഇങ്ങനെ ഓർത്ത് പറയാൻ ലതയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ട്രബിൾ കഴിഞ്ഞിട്ട് വിത്തേ വരൂ. ട്രബിൾ കഴിഞ്ഞാൽ വിത്തേ വരൂ. ഓർത്തോണം, പരീക്ഷ വരെ നമ്മുടെ മനസ്സിനകത്ത് ഓർമ്മ നിൽക്കണം. ട്രബിൾ കഴിഞ്ഞാൽ വിത്തേ വരൂ. ട്രബിൾ വിത്ത്, അക്വൻറ്റഡ് വിത്ത്, എഗ്രി വിത്ത്, ആംഗ്രി വിത്ത്, അനോയിഡ് വിത്ത്, ആർഗ്യൂ വിത്ത്. ഇവിടെ ആംഗ്രിയും എഗ്രിയും ഒക്കെ അല്ലാതെയും പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തരാം. തൽക്കാലം ഇതിങ്ങനെ പഠിച്ചാൽ മതി. അക്വൈൻറ്റഡ് വിത്ത്, എഗ്രി വിത്ത്, ആംഗ്രി വിത്ത്, അനോയിഡ് വിത്ത്, ആർഗ്യൂ വിത്ത്. ഈ എഗ്രി ആംഗ്രി ഒക്കെ വിത്ത് അല്ലാതെ വേറെ പ്രപ്പോസിഷൻ ഉണ്ട്. അത് നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ. നോക്കാം. മിൽക്ക് ഈസ് ഗുഡ് ഡാഷ് ഡ്രിങ്ക്.
ഇവിടെ നോക്കണം, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് ഗുഡ് കഴിഞ്ഞാൽ അടുത്ത അറ്റ് എന്നാണ്. എന്നാൽ ഇവിടെ അറ്റ് അല്ല, ഇവിടെ ടു ആണ് വന്നിട്ടുള്ളത്. എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഒരാൾക്ക് ഒരു വിഷയത്തിലെ മേന്മ കാണിക്കാനാണ് നമ്മൾ ഗുഡ് അറ്റ് ഉപയോഗിക്കുക. അന്ന ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. അയാൾ ഇംഗ്ലീഷിൽ മിടുക്കിയാണ് എന്ന ആ ഒരു മേന്മ പറയാനാണ് അവിടെ ഗുഡ് ഉപയോഗിച്ചത്. അവിടെ അറ്റ് തന്നെ വേണം, അവിടെ അറ്റ് തന്നെ വേണം. പക്ഷേ മിൽക്ക് ഈസ് ഗുഡ് ടു ഡ്രിങ്ക്, കുടിക്കാൻ കൊള്ളാം, ഓക്കെ എന്ന അർത്ഥത്തിൽ ഇവിടെ ടു ആണ് വേണ്ടത്. ഇതുപോലെ എൻ്റെ പൊന്നു പിള്ളേരെ, ഇത് മാരകമാണ്, മാരകമാണ്. സീനിയർ ടു, ജൂനിയർ ടു, പ്രിഫർ ടു, റെഫർ ടു, സിമിലർ ടു, ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു, ഇവിടെ എല്ലാം ടു ആണ് ഉപയോഗിക്കേണ്ടത്. ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു, സീനിയർ ടു, ജൂനിയർ ടു, പ്രിഫർ ടു, റെഫർ ടു, സിമിലർ ടു, ഗുഡ് ടു ഡ്രിങ്ക്. കണ്ടോ, ഗുഡ് അറ്റുമുണ്ട്, ഗുഡ് ടൂമുണ്ട്. അത് ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും അതിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് 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 നമുക്കങ്ങ് പഠിക്കാം. അല്ലാതെ ഒരു ഫ്രെയിമിൽ കുറേ ക്വസ്റ്റ്യനും റൂളൊക്കെ ആണെങ്കിൽ നമ്മൾ മനസ്സങ്ങ് മടുത്തു പോകും. ഓരോ ക്വസ്റ്റ്യൻ കേട്ട് കേട്ട് അങ്ങ് പഠിക്കാം. ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് നഷ്ടമാവൂല. നോക്കാം, 9ാമത്തത് വീണ്ടും അത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ പോട്ടെ, അതുകൊണ്ട് അല്ല, ഒരു 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 ചെറിയ മാറ്റമുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇവിടെ മിൽക്ക് ഈസ് ഗുഡ് ടു ഡ്രിങ്ക്, അതൊക്കെ കിട്ടിയായിരുന്നു. ഇവിടെ ഡ്യൂ ടു, കാരണത്താൽ, ട്രൂ ടു, ഹാംഫുൾ ടു, ലിമിറ്റ് ടു, മിനൈസ് ടു, ഇങ്ങനെയൊക്കെ നമ്മൾ ടു ഉപയോഗിക്കാറുണ്ട്. അപ്പം ടു വരുന്ന സന്ദർഭങ്ങൾ ഓർത്ത് വെക്കണം. ഡ്യൂ ടു, ട്രൂ ടു, ഹാംഫുൾ ടു, ലിമിറ്റ് ടു, മിനൈസ് ടു. ഓക്കെ നോക്കാം. നോക്കണേ, ഹി ഹാസ് ബീൻ വർക്കിംഗ് ദെയർ, അവൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോ? 1998 മുതൽ. കറക്റ്റ് ഒരു പോയിന്റ് ഓഫ് ടൈം പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷം പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 98 മുതൽ അവൻ അവിടെ ജോലി ചെയ്യാണ്. അപ്പോൾ എന്ത് വേണം? പോയിന്റ് ഓഫ് ടൈം പറഞ്ഞാൽ, പോയിന്റ് ഓഫ് ടൈം പറഞ്ഞാൽ സിൻസ്, പീരീഡ് ഓഫ് ടൈം പറഞ്ഞാൽ ഫോർ. ഓക്കെ ആണല്ലോ. പോയിന്റ് ഓഫ് ടൈം ആയതുകൊണ്ടാണ് 1998 എന്ന് വന്നത്. ഫോർ ലാസ്റ്റ് 2 months, ഫോർ ലാസ്റ്റ് 3 months, ഫോർ ലാസ്റ്റ് 2 years. അവിടെ പീരീഡ് ഓഫ് ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ 4 വരും. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 12ാമത്തെ ചോദ്യം, വി ലിവ് ഇൻ കാനഡ, നമ്മൾ കാനഡയിൽ താമസിക്കുന്നു. ഡാഷ് 2022-2015. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഫ്രം, അണ്ടിൽ, സിൻസ്, ഫോർ. പ്രീവിയസ് ആണ്, എല്ലാം പ്രീവിയസ് ആണ്. ഓരോന്നിനും പ്രീവിയസ് എന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഫ്രം ആണ് ശരിയായ ഉത്തരം. എന്തുകൊണ്ടാണ്? ഒരു പ്രത്യേക വർഷം മുതൽ വേറൊരു പ്രത്യേക വർഷം വരെ എന്ന അർത്ഥത്തിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്രം ടു ആണ് ഉപയോഗിക്കേണ്ടത്. മറക്കരുത്, ഫ്രമും ടൂവും. ഒരു വർഷം മുതൽ അടുത്ത വർഷം വരെ, ജനുവരി മുതൽ സെപ്റ്റംബർ വരെ, 5 മണി മുതൽ 10 മണി വരെ. ഫ്രം ടു, ഫ്രം ടു, ഫ്രം ടു. ഓക്കെ നോക്കാം. അതുപോലെ തന്നെ ഡൈവേർട്ട് ഫ്രം, അവൻ ആ ഒരു കാര്യത്തിൽ നിന്നും വ്യതിചലിച്ചു. ഡൈവേർട്ട് ചെയ്യുക, വ്യതിചലിക്കുക. ഡൈവേർട്ട് ഫ്രം. ഡിസെൻഡ് ഫ്രം, അസെൻഡ്, ഡിസെൻഡ് കേട്ടിട്ടുണ്ട്. എസ്കേപ്പ് ഫ്രം, ഒഴിവാകുക. ഒരു കാര്യത്തിൽ നിന്നും ഒഴിവാകുന്നതിന് എസ്കേപ്പ് ഫ്രം. എക്സെംപ്റ്റ് ഫ്രം, പ്രിവെന്റ് ഫ്രം, തടയുക. ഓക്കെ, അക്രമത്തിൽ നിന്ന് അവനെ തടയണം. ഓക്കെ, തടയുക. പ്രിവെന്റ് ഫ്രം, പ്രിവെന്റ് ഫ്രം, ഡൈവേർട്ട് ഫ്രം, ഡിസെൻഡ് ഫ്രം, എസ്കേപ്പ് ഫ്രം, എക്സെംപ്റ്റ് ഫ്രം, പ്രിവെന്റ് ഫ്രം. ഓക്കെ ആണല്ലോ. ശരി, നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വി ഹാഡ് എ ചാറ്റ് ഡാഷ് എ കപ്പ് ഓഫ് ടീ. വി ഹാഡ് എ ചാറ്റ് ഡാഷ് എ കപ്പ് ഓഫ് ടീ. ഇതിൻ്റെ മീനിങ് ഒന്നും നമ്മൾ നോക്കണ്ട, അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞുതരാം. എബോവ്, വിത്ത്, ഓവർ, ബിറ്റ്വീൻ, ഇതിലേതാണ് ചേർക്കാൻ പറ്റുക? എൻ്റെ പൊന്നു പിള്ളേരെ, ഇതൊരു പ്രയോഗമാണ്. ഓവർ എ കപ്പ് ഓഫ് ടീ.
ഓവർ എ കപ്പ് ഓഫ് ടീ എന്നാണ്. ഇവിടെ ഓവറാണ് വരേണ്ടത്. എ കപ്പ് ഓഫ് ടീ എന്ന് കണ്ടാൽ തന്നെ അവിടെ ഓവർ എന്ന് എഴുതാൻ പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഓവർ എ കപ്പ് ഓഫ് ടീ ആവർത്തന ചോദ്യമാണ്, ഒരു പരീക്ഷയ്ക്കല്ല. ഓവർ എ കപ്പ് ഓഫ് ടീ അതൊരു പ്രയോഗമാണ്. ഓക്കെ, വി ഹാഡ് എ ചാറ്റ്, നമ്മൾ ചാറ്റ് ചെയ്തു. ഓവർ എ കപ്പ് ഓഫ് ടീ എന്നാണ്. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡോക്ടർ അഡ്വൈസ്ഡ് ഹിം. ഡോക്ടർ അവനോട് പറഞ്ഞു, അവനൊരു ഉപദേശം കൊടുത്തു, ഒരു അഡ്വൈസ് കൊടുത്തു. എന്താണ്? ടു അബ്സ്റ്റെയിൻ, ഒഴിവാവണേ, ഉപേക്ഷിക്കണേ, ഡാഷ് ഡ്രിങ്കിങ്. ഓക്കെ, നിനക്ക് മദ്യപാനമുണ്ട്, നീ ഒഴിവാവുന്നതാണ് നല്ലത് അല്ലേ? ആണ്. അപ്പോ ഡ്രിങ്കിങ്ങിൽ നിന്നും, അതുകൊണ്ട് ഫ്രം. അപ്പോ ദ ഡോക്ടർ അഡ്വൈസ്ഡ് ഹിം ടു അബ്സ്റ്റെയിൻ ഫ്രം ഡ്രിങ്കിങ്. ഡോക്ടർ അവനോട് പറഞ്ഞു, അവനെ ഉപദേശിച്ചു ആ ഡ്രിങ്കിങ്ങിൽ നിന്ന് ഒഴിവാവാൻ. ഫ്രം എവിടേക്കാ വരിക? പ്രൊഹിബിറ്റ് ഫ്രം, സഫർ ഫ്രം, വേരി ഫ്രം, ഫ്രീ ഫ്രം, സേഫ് ഫ്രം, സെപ്പറേറ്റ് ഫ്രം. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ ഒരു തവണ ഇവിടെ ഇതൊരു വീഡിയോ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ട് ക്ലാസ്സിലായിരുന്നെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച് ഞാൻ വിട്ടേനെ. ഇതിങ്ങനെ പഠിച്ചേ പറ്റൂ. പ്രൊഹിബിറ്റ് ഫ്രം, സഫർ ഫ്രം, വേരി ഫ്രം, ഫ്രീ ഫ്രം, സേഫ് ഫ്രം, സെപ്പറേറ്റ് ഫ്രം. ഒന്നുകൂടി. പ്രൊഹിബിറ്റ് ഫ്രം, സഫർ ഫ്രം, വേരി ഫ്രം, ഫ്രീ ഫ്രം, സേഫ് ഫ്രം, സെപ്പറേറ്റ് ഫ്രം. ഓക്കെ ഓക്കെ ശരി. അടുത്തത് 15. ഡു നോട്ട് ലോഫ് ഡാഷ് ദ പുവർ അറ്റ് ടു ഓൺ ഇൻ. അതായത് പാവങ്ങളെ കളിയാക്കരുത് എന്നാണ് അർത്ഥം. അല്ലാതെ പാവങ്ങളുടെ അടുത്ത് ചിരിക്കരുത് എന്നല്ല, പാവങ്ങളെ കളിയാക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ലോഫ് അറ്റ് എന്നേ വരൂ. ലോഫ് അറ്റ് മാത്രമാണോ? അല്ല. ഗെയ്സ് അറ്റ്, ഗ്ലാൻസ് അറ്റ്, നേരത്തെ നമ്മൾ പറയുകയാണ് ഗുഡ് അറ്റ്, ഗസ് ചെയ്യുക പറയാറില്ലേ? എന്താണ് ഗസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? പ്രവചിക്കുക അല്ലെ, ഊഹിക്കുക. ഹിൻഡ് അറ്റ്, ഹിൻഡ് സൂചന. ഇവിടെയൊക്കെ നമ്മൾ അറ്റ് ഉപയോഗിക്കുള്ളൂ. ഗെയ്സ് അറ്റ്, ഗ്ലാൻസ് അറ്റ്, ഗുഡ് അറ്റ്, ഗസ് അറ്റ്, ഹിൻഡ് അറ്റ്. ഇവിടെ എല്ലാം അറ്റാണ്. ഡു നോട്ട് ലോഫ് അറ്റ് ദ പുവർ. പാവങ്ങളെ പരിഹസിക്കരുത്. ഡു നോട്ട് ലോഫ് അറ്റ്. ലോഫ് അറ്റ്, ഗെയ്സ് അറ്റ്, ഗ്ലാൻസ് അറ്റ്, ഗുഡ് അറ്റ്, ഗസ് അറ്റ്, ഹിൻഡ് അറ്റ്. ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കണം. നോട്ട് എഴുതിയാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഈ ക്ലാസ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രപ്പോസിഷൻ കിട്ടും എന്ന് ഉറപ്പാണ്. ഈ 35 ക്വസ്റ്റ്യനും റൂളും പഠിച്ചാൽ മതി. അതിനോടൊപ്പം ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ അനാലിസിസ് നടക്കുന്നുണ്ട്. ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തോളൂ, എല്ലാം കൂടെ 20 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഡിഫറെൻ്റ് ഏരിയന്ന്. അതിനകത്തും പ്രപ്പോസിഷൻ വരും. അതും കൂടെ വെക്കുമ്പോൾ ഞാൻ 101% ഗ്യാരണ്ടി പ്രപ്പോസിഷൻ കിട്ടും. ഇതേപോലെ ഈ സ്ലൈഡ് പോലെ നമ്മൾ 2 ടോപ്പിക് ഓൾറെഡി ടോപ്പിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോൺകോഡും ക്വസ്റ്റ്യൻ ടാഗ്. എഫർട്ട് കൂടുതലാണ്, ഓടി പഠിപ്പിക്കുന്നത് പോലെയുള്ള എഫർട്ട് അല്ല. അതുകൊണ്ട് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ, ഇതിന് പിന്നിലൊരു 10 മണിക്കൂറത്തെ ജോലി എനിക്കുണ്ട്, ഉള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് വാട്സപ്പൊക്കെ എല്ലാ ഗ്രൂപ്പുകളിലും വന്ന് ഇട്ടിട്ട് എനിക്കൊരു കമൻ്റ് ഇടണം. സാർ ഞാൻ ഇന്ന ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അവർ കാണും. ഓക്കെ, ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ ഇടുകയാണെങ്കിൽ അങ്ങനെ. എഗ്രി ആണെങ്കിൽ ഓക്കെ, ഇതുപോലുള്ള സെഗ്മെൻറ്റുകൾ വീണ്ടും വരും. ഓക്കെ, നോബഡി ഷുഡ് ബി ഡിപ്രൈവ്ഡ് ഡാഷ് ദ ഓപ്പർച്യൂണിറ്റീസ് ടു കം അപ്പ് ഇൻ ലൈഫ്. ഡിപ്രൈവ്ഡ് കഴിഞ്ഞിട്ട് ഓഫേ വരും. ഫോണ്ട് പോലെയാണ്, ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞതുപോലെയാണ് ഡിപ്രൈവ്ഡ് ഓഫ് എന്ന് പറയുക. ഡിപ്രൈവ്ഡ് കഴിഞ്ഞാൽ ഓഫേ വരൂ. ഡിപ്രൈവ്ഡ് കഴിഞ്ഞിട്ട് മാത്രമല്ല, ജലസ് ഓഫ്, ജലസ് അസൂയ, ലാക്ക് ഓഫ് കുറവ്, ലാക്ക് ഓഫ്. ഓക്കെ, സെൻസിബിൾ, സെൻസിബിൾ ഓഫ്, സെൻസിബിൾ എന്ന് കേട്ടിട്ടില്ലേ? കൺസിസ്റ്റ് ഓഫ്, വളരെ കൺസിസ്റ്റ് അടങ്ങിയിരിക്കുന്നു. ഇഗ്നോറൻറ്റ്, ഇഗ്നോർ ചെയ്യൂ, അതിനെ കണക്കാക്കണ്ട, കളഞ്ഞേക്കൂ, ഇഗ്നോറൻറ്റ് എന്ന് പറയും അല്ലെ. ജലസ് ഓഫ്, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ജലസ് ഓഫ്, ലാക്ക് ഓഫ്, ലാക്ക് ഓഫ്, ലാക്ക് ഓഫ് ന്യൂട്രിയൻറ്റ്, ന്യൂട്രിയൻറ്റിൻ്റെ കുറവ്. സെൻസിബിൾ ഓഫ്, കൺസിസ്റ്റ് ഓഫ്, ദാറ്റ് പാക്കറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ഇഡ്ഡലി, ആ പാക്കറ്റിനകത്ത് 3 ഇഡ്ഡലീസ് ഉണ്ട്. ഇഗ്നോറൻറ്റ് ഓഫ്, ഡിപ്രൈവ്ഡ് ഓഫ്, ഡിപ്രൈവ്ഡ്. സുരേഷ് വാസ് ബോൺ ഡാഷ് 1925.
ഒരു വർഷം കണ്ടോ, ഒരു വർഷം അതിന് മുന്നിൽ സുരേഷ് വാസ് ബോൺ ഡാഷ്. അവിടെ എന്തുപയോഗിക്കണം എന്ന് നോക്കാം. ബോൺ ഇൻ എന്നേ പറയൂ, ബോൺ ഓൺ പറയില്ല. ഓൺ ആണെങ്കിൽ അവിടെ എന്ത് വരണം എന്ന് നമുക്കറിയാം. ഓക്കെ, ഇവിടെ ഒരു വർഷമാണ്. ഇൻ 1925, ഇൻ 1990s എന്നേ പറയുള്ളൂ. ഒരു വർഷത്തിന് മുമ്പ് അവിടെ ഇന്നാണ് വരേണ്ടത്. അതുപോലെ തന്നെ എൻഡ് ഇൻ, എക്സൽ ഇൻ, ഇൻക്രീസ് ഇൻ, ഇൻഡൽജ് ഇൻ, ഇൻട്രസ്റ്റ് ഇൻ. ഓക്കെ, ഇൻട്രസ്റ്റ് ഇൻ എപ്പോഴും ചോദിക്കുന്നതാണിത്. ഇൻട്രസ്റ്റ് ഇൻ, എൻഡ് ഇൻ, എക്സൽ ഇൻ, ഇൻക്രീസ് ഇൻ, ഇൻഡൽജ് ഇൻ 1925. ഒരെണ്ണം ഓർത്ത് വെച്ചിരുന്നാൽ മതി. സുരേഷ് വാസ് ബോൺ ഇൻ 1925. സുരേഷ് 1925 ജനിച്ചത്. അപ്പോൾ ഇന്നേ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ജനിക്കുന്ന വർഷത്തിന് മുമ്പ് നമ്മൾ സാധാരണ ഇന്നാണ് പറയുന്നത്. ഐ പ്രിഫർ ചോക്ലേറ്റ്സ് ഡാഷ് നട്ട്സ്. ഇമ്പോർട്ടൻറ്റിൻ്റെ പുറത്ത് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോക്കണം. ഐ പ്രിഫർ ചോക്ലേറ്റ്സ് ഡാഷ് നട്ട്സ് എന്ന് പറഞ്ഞാൽ ഐ പ്രിഫർ, എനിക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടം വേറൊന്ന്, നട്ടിനേക്കാളും. ഒന്നിനേക്കാളും വേറൊന്നാണ് ഇഷ്ടം എങ്കിലും പ്രിഫർ കഴിഞ്ഞാലും 2a വരാവൂ. പ്രിഫർ കഴിഞ്ഞാൽ 2a വരാവൂ. പ്രിഫർ ടു, റെഫർ ടു, ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു, ജൂനിയർ ടു, സീനിയർ ടു അങ്ങനെ വരാവൂ. അപ്പോൾ പ്രിഫർ ടു, ഐ പ്രിഫർ ചോക്ലേറ്റ്സ് ടു നട്ട്സ്. ലക്ഷ്മി പ്രിഫർ ചുരിദാർ ടു സാരി. ചുരിദാറാണ് അവൾക്ക് സാരിയെക്കാളും അവൾ പ്രിഫർ ചെയ്യാറുള്ളത്, അവൾ തിരഞ്ഞെടുക്കാറുള്ളത്. നോക്കാം. സബ്മിഷൻ ടു, സബ്ജക്റ്റ് ടു, ട്രൂ ടു, ഈൽഡ് ടു, അക്കോർഡിംഗ് ടു. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻസ് റൂൾ, അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻസ് റൂൾ, അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ, സബ്മിഷൻ ടു, സബ്ജക്റ്റ് ടു, ട്രൂ ടു, ഈൽഡ് ടു. ടു വരുന്ന എല്ലാ വേർഡുകളും ഓർത്തു വെക്കുക. അർജുൻ ഹാഡ് ബീൻ ലിവിങ് ഹിയർ. അർജുൻ ഇവിടെ താമസിച്ചു കൊണ്ടേയിരിക്കുന്നു. നേരത്തെ തുടങ്ങിയതാണ്, ഇപ്പോഴും ഇത് തുടരുന്നു. ഡാഷ് 5 ഇയർ. ഇതൊരു പീരീഡ് ഓഫ് ടൈം ആണ്. 5 വർഷമായി, 5 വർഷമായി 4 ആണ്. അപ്പോൾ അർജുൻ ഹാഡ് ബീൻ ലിവിങ് ഹിയർ ഫോർ 5 ഇയേഴ്സ്. 5 വർഷമായി ഇവിടെ താമസിക്കുന്നു. ഇപ്പോഴും തുടരുന്നു, ഇപ്പോഴും തുടരുന്നു അല്ലേ? ആണ്. നോക്കാം. അതുകൊണ്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചത്. ടെൻസിന്റെ ക്ലാസ് തരാം കേട്ടോ. സാം ഈസ് വെരി ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്, എല്ലാം തിരുത്താൻ പറ്റിയില്ല. ഓക്കെ, ഒരുപാട് എററുകൾ മാറ്റി, പക്ഷെ എന്നാലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് കേട്ടോ. സാം ഈസ് വെരി ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. സാം മാത്സിൽ അടിപൊളിയാണ്, ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. ലോഫ് അറ്റ്, ലോഫ് അറ്റ്, ലുക്ക് അറ്റ്, പീപ്പ് അറ്റ്, സ്റ്റെയർ അറ്റ്, വണ്ടർ അറ്റ്. വണ്ടർ അറ്റ്, ലോഫ് അറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ലുക്ക് അറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വണ്ടർ അറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. നോക്കാം. ഷീ അക്യൂസ്ഡ് മീ ഡാഷ് പോയിസണിങ് ഹെർ ഡോഗ്. ഷീ അക്യൂസ്ഡ് മീ ഡാഷ് പോയിസണിങ് ഹെർ ഡോഗ്. അവളുടെ പട്ടിക്ക് പോയിസണിങ്, വിഷം കൊടുത്തതിന് അവൾ എന്നെ അക്യൂസ് ചെയ്തു. ഷീ അക്യൂസ്ഡ് മീ. അക്യൂസ്ഡ് ഓഫ് എന്നേ വരൂ. അക്യൂസ്ഡ് കഴിഞ്ഞാൽ ഓഫ്. ഒരുപാടുണ്ട് കേട്ടോ ഓഫിന്. അക്വന്റ് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞു. അഫ്രൈഡ് ഓഫ്, അവെയിൽ ഓഫ്, അവെയർ ഓഫ്, കോൺഫിഡൻറ്റ് ഓഫ്. ഓക്കെ, നോക്കണേ. നോക്കൂ നോക്കൂ നോക്കൂ. കോൺഷ്യസ് ഓഫ്, അഷുറൻസ് ഓഫ്, എവിഡൻസ് ഓഫ്, നെഗ്ലക്റ്റ് ഓഫ്, പ്രൂഫ് ഓഫ്, റിസൾട്ട് ഓഫ്. ആസ് ദ റിസൾട്ട് ഓഫ് എന്നെപ്പോഴും പറയാറുണ്ട് സെന്റൻസിൽ. ആസ് ദ റിസൾട്ട് ഓഫ്. അക്യൂസ്ഡ് മീ, അക്യൂസ്ഡ്, അക്യൂസ്ഡ് ഓഫേ വരൂ കേട്ടോ. ശരി, അടുത്തതാ. ഷീ സീനിയർ ഡാഷ് ഹിസ് ബ്രദർ ബൈ 2 ഇയേഴ്സ്. ഓക്കെ, ഷീ ഈസ് എന്നുണ്ടേ. ഷീ ഈസ് സീനിയർ ഡാഷ് ഹിസ് ബ്രദർ ബൈ 2 ഇയേഴ്സ്. നോക്കാം. സീനിയർ ടു നമ്മൾ നേരത്തെ പറഞ്ഞു. സീനിയർ ടു, ജൂനിയർ ടു, ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു, പ്രിഫർ ടു, റെഫർ ടു എന്നൊക്കെ പറഞ്ഞു. ഷീ ഈസ് സീനിയർ ടു ഹിസ് ബ്രദർ ബൈ 2 ഇയേഴ്സ്. അവളുടെ ബ്രദറിനേക്കാൾ 2 വർഷം സീനിയർ ആണ്.
ഓക്കെ, ശരി. അതുപോലെ തന്നെ ടു വരുന്നത് അസസ് ടു, അക്സസ് എന്നല്ല അസസ് ടു, അറ്റൻഡ് ടു, ഡിവോട്ടഡ് ടു, എക്സ്പ്ലെയിൻ ടു, ലീഡ് ടു, അക്കസ്റ്റംഡ് ടു, ആഡ് ടു, അഡിക്റ്റഡ് ടു, അഡ്ജസൻറ്റ് ടു. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ടു, ലീഡ് ടു, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അറ്റൻഡ് ടു ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, ഒന്ന് ആവർത്തിച്ച് വായിച്ച് വെച്ചോണം. സീനിയർ ടു, ഓക്കെ. ദേ നെവർ അറൈവ് ഡാഷ് ടൈം. അവരൊരിക്കലും സമയത്ത് വരത്തില്ല. ഓക്കെ, അറൈവ് കഴിഞ്ഞാൽ ഓണേ വരും. അപ്പോൾ ദേ നെവർ അറൈവ് ഓൺ. അങ്ങനെ ഓൺ വരുന്ന വിവിധ സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആവറേജ് ഓൺ, ബേസ്ഡ് ഓൺ, ആ ഒരു കാര്യത്തിൻ്റെ ബേസിലാണ്, ബേസ്ഡ് ഓൺ, ബെൻഡ് ഓൺ, കമൻസ് ഓൺ, കമൻഡ് ഓൺ, റിലേ ഓൺ, ഡിസിഷൻ ഓൺ, ഡിപ്പെൻഡൻസ് ഓൺ, ഇൻഫ്ലുവൻസ് ഓൺ, മെഡിറ്റേഷൻ ഓൺ, റിഫ്ലക്ഷൻ ഓൺ. വരുന്ന സന്ദർഭങ്ങളാണ്. സാധാരണ നമ്മളൊരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു 2-3 ദിവസം കൊണ്ടാണ് പ്രപ്പോസിഷൻ പഠിപ്പിച്ചെടുക്കുക. നമ്മളിവിടെ അരമണിക്കൂർ കൊണ്ട് പഠിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആവർത്തിച്ച് വായിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു സക്സസീവ്നെസ്സിലോട്ട് പോവുള്ളൂ. ഇതൊരു മാർക്കാക്കി മാറ്റണം, അല്ലെങ്കിൽ 2 മാർക്കാക്കി, ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കും. അതങ്ങനെ ആക്കണമെങ്കിൽ നിങ്ങൾ ഈ തരുന്ന വേർഡുകളെല്ലാം പഠിക്കണം. അത്രയും പഠിച്ചാൽ മതി. കാരണം ഞാനിവിടെ തന്നിരിക്കുന്നതെല്ലാം PSCയുടെ ചോദ്യങ്ങളാണ്. ആവറേജ് ഓൺ, ബേസ്ഡ് കഴിഞ്ഞാൽ ഓൺ, ബെൻഡ് ഓൺ, കമൻസ് ഓൺ, റിലേ ഓൺ, ഡിസിഷൻ ഓൺ, ഓക്കെ, മെഡിറ്റേഷൻ ഓൺ. അപ്പം ദേ നെവർ അറൈവ് ഡാഷ് ടൈം, അവരൊരിക്കലും സമയത്തിന് വരത്തില്ല. ദേ നെവർ അറൈവ് ഓൺ ടൈം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഐ ഗോട്ട് എ ലെറ്റർ ഡാഷ് മൈ ഫാദർ. എനിക്ക് എൻ്റെ ഫാദറിൽ നിന്നും ഒരു ലെറ്റർ കിട്ടി എന്നതാണ് വരേണ്ട അർത്ഥം. അപ്പം ഫാദറിൽ നിന്നും, അപ്പം ഫ്രം ആണ് വരേണ്ടത്, അല്ലേ? കറക്റ്റാണ്, നമുക്കെല്ലാം സിമ്പിളാണ്. ഐ ഗോട്ട് എ ലെറ്റർ ഫ്രം മൈ ഫാദർ. ഫോർ മൈ ഫാദർ എന്നോ ഓൺ മൈ ഫാദർ എന്നോ ഒന്നും വരത്തില്ല. ഐ ഗോട്ട് എ ലെറ്റർ ഫ്രം മൈ ഫാദർ. ഈ ഫ്രം എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ അവൻ നോക്കി വെക്കാം. ആബ്സെന്റ് ഫ്രം, അലൂഫ് ഫ്രം, എപ്പാർട്ട് ഫ്രം, നോക്കണേ, ഡെലിവറൻസ് ഫ്രം, ഡിഫറൻറ്റ് ഫ്രം. ദാറ്റ് കളർ ഈസ് എൻറ്റയർലി ഡിഫറൻറ്റ് ഫ്രം റെഡ്. ആ നിറം റെഡിൽ നിന്നും വിഭിന്നമാണ്. ആബ്സെന്റ് ഫ്രം, അലൂഫ് ഫ്രം, എപ്പാർട്ട് ഫ്രം, ഡെലിവറൻസ് ഫ്രം, ഡിഫറൻറ്റ് ഫ്രം. ഓക്കെ, അടുത്തത് 25ാമത്തെ ചോദ്യം. ദർ ഈസ് നത്തിങ് ടു വറി ഡാഷ്. പേടിക്കാനൊന്നുമില്ലെന്നേ. ദർ ഈസ് നത്തിങ് ടു വറി അബൌട്ട്. ഇതൊരു സെന്റൻസ് ആണ്, നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണ്. ദർ ഈസ് നത്തിങ് ടു വറി അബൌട്ട്. പേടിക്കാനൊന്നുമില്ല. ദർ ഈസ് നത്തിങ് ടു വറി അബൌട്ട്. ഗ്ലാഡ് അബൌട്ട് പറയും, ഹാപ്പി അബൌട്ട് പറയും, ഹെസിറ്റന്റ് അബൌട്ട് പറയും, നോ അബൌട്ട് പറയും, പസിൽഡ് അബൌട്ട് പറയും, സോറി അബൌട്ട് പറയും, ഷുവർ അബൌട്ട് പറയും, സസ്പിഷ്യസ് അബൌട്ട് പറയും, വറീഡ് അബൌട്ട്, തിങ്ക് അബൌട്ട്, കൺസേൺ അബൌട്ട്. അബൌട്ട് ആണ്. ദർ ഈസ് നത്തിങ് ടു വറി അബൌട്ട്. പേടിക്കാനൊന്നുമില്ല. ഗ്ലാഡ് അബൌട്ട്, ഹാപ്പി അബൌട്ട്, hesitant about, know about, puzzled about, sorry about, sure about, suspicious about, worry about, think about, concern about. Okay, about പഠിക്കണേ. It has been raining dash 2 days. 2 ദിവസമായിട്ട് മഴയാണ്. ഓക്കെ, 4 പീരീഡ് ഓഫ് ടൈം ആണ്. പീരീഡ് ഓഫ് ടൈമിന് മുമ്പിൽ 4 ആണ് ഉപയോഗിക്കേണ്ടത്. പീരീഡ് ഓഫ് ടൈമിന് മുന്നിൽ 4 ആണ്. പോയിന്റ് ഓഫ് ടൈമിന് മുന്നിൽ സിൻസ് ആണ്. ഓക്കെ, അടുത്തത് മനു റെഫ്യൂസ്ഡ് ഡാഷ് ഒബേ ദ കമൻസ്. റെഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ നിരസിക്കുക. മനു റെഫ്യൂസ്ഡ് കഴിഞ്ഞാൽ ടു. കമന്റുകൾ, നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിൽ നിന്നും മനു ആ നിർദ്ദേശങ്ങളെ നിരസിച്ചു, അനുസരിക്കുന്നില്ല. മനു റെഫ്യൂസ്ഡ് ടു ഒബേ ദ കമൻസ്. മനു refused to obey the comments. Okay, to വരുന്ന സന്ദർഭങ്ങൾ occur to, agree to, oblige to, superior to, inferior to, object to, opposite to, pretend to, proportionate to, respond to, restrict to. To വെച്ചിട്ടുള്ള വാക്കർ occur to, opposite to, object to,
റെസ്ട്രിക്റ്റ് ടു, പ്രൊപ്പോർഷനേറ്റ് ടു, റെസ്പോണ്ട് ടു, പ്രിഫർ, അല്ലേ, റെഫർ, ഇൻഫീരിയർ, ഇതെല്ലാം. സച്ചിൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ. സച്ചിൻ ഒരു മഹാനായ കളിക്കാരനാണ്. ഡാഷ് ദ വേൾഡ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്. അപ്പോ ലോകത്തിലെ ക്രിക്കറ്റ് കളിക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ അവരിൽ സച്ചിൻ ഒരു മഹാനായ കളിക്കാരനാണ്. അപ്പൊ എന്ത് വേണം? എമംഗ്. ആ കൂട്ടത്തിൽ നിന്ന് സച്ചിനെ മാറ്റിയാൽ സച്ചിൻ ഒരു മഹാനായ കളിക്കാരനാണ്. സച്ചിൻ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ എമംഗ്, അവരിൽ, എമംഗ്, അതിൽ നിന്നും എന്നൊക്കെയാണ് അർത്ഥം. എമംഗ് ആണ് ശരിയായ ഉത്തരം. കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഐ വാസ് ബോൺ ഡാഷ് മുംബൈ. ഞാൻ മുംബൈയിലാണ് ജനിച്ചത്. ഐ വാസ് ബോൺ ഇൻ മുംബൈ. ഐ വാസ് ബോൺ ഇൻ മുംബൈ. ഓക്കെ, ഒരു സ്ഥലത്തെ ആണ് ജനിച്ചതെന്ന് പറയാൻ ഐ വാസ് ബോൺ ഇൻ മുംബൈ. നമ്മൾ നേരത്തെ പറഞ്ഞു അയ്യങ്കാളി വാസ് ബോൺ ഇൻ വെങ്ങാനൂർ, അല്ലെ? നോക്കണം. ഇൻവോൾവ് ഇൻ, പെർസിസ്റ്റ് ഇൻ, പുവർ ഇൻ, പ്രോംപ്റ്റ് ഇൻ, റിവീൽ ഇൻ, റിച്ച് ഇൻ, സക്സീഡ് ഇൻ. ഇന്നെ ഉപയോഗിക്കൂ. ഐ വാസ് ബോൺ ഇൻ, ഇൻവോൾവ് ഇൻ, പെർസിസ്റ്റ് ഇൻ, പുവർ ഇൻ, പ്രോംപ്റ്റ് ഇൻ, റിവീൽ ഇൻ, റിച്ച് ഇൻ, സക്സീഡ് ഇൻ. നോക്കാം. ദ കൗ ഈസ് ഗ്രേസിംഗ്. ഗ്രേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പുല്ല് തിന്നുക, അല്ലെ? ഗ്രേസിംഗ് ഡാഷ് ദ ഫാം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഓൺ ദ ഫാം. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. അടച്ചിട്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിനകത്താണ് ഒരാൾ ജോലി ചെയ്യുന്നതെങ്കിൽ, താമസിക്കുന്നതെങ്കിൽ ഇന്നെന്ന് പറയും. എന്നാൽ ഫാം പറയുന്ന നേരത്ത് അതൊരു തുറന്ന സ്ഥലമായി കണക്കാക്കാം. കൗവിൻ്റെ കാര്യത്തിൽ ഓണാണ്. ദ കൗ ഈസ് ഗ്രേസിംഗ് ഓൺ ദ ഫാം. ഓക്കെ, നോക്കണേ. എൻക്രോച്ച് ഓൺ, കൺഗ്രാജുലേറ്റ് ഓൺ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോസ് ഓൺ, ഇൻസിസ്റ്റ് ഓൺ, സ്മൈൽ ഓൺ. ഇമ്പോർട്ടൻ്റ് ആണ്, സ്മൈൽ ഓൺ. കൺഗ്രാജുലേറ്റ് ഓണും സ്മൈൽ ഓണും നോട്ട് ചെയ്ത് വെക്കണം. ദ കൗ ഈസ് ഗ്രേസിംഗ് ഓൺ ദ ഫാം. ഇൻ ദ ഫാം പറയൂല, അറ്റ് ദ ഫാം പറയില്ല, ഓൺ ദ ഫാമേ പറയൂ. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണണം കേട്ടോ. നോട്ട് ചെയ്യാൻ കൂടെ വേണേ, നോട്ടും കൂടെ എഴുതിയെടുക്കണേ കേട്ടോ. ഹി പോയിന്റഡ് ഡാഷ് ദ ട്രീ. ഹി പോയിന്റഡ് അറ്റ് ദ ട്രീ. ഹി പോയിന്റഡ് അറ്റ് ദ ട്രീ എന്നാണ്. അടുത്ത നോക്കാം. ദ മാസ്റ്റർ വാസ് ആംഗ്രി ഡാഷ് ഹിസ് സെർവൻറ്റ്. സെർവൻറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി. സെർവൻറ്റ് എന്ന് പറഞ്ഞാൽ ആ തൊഴിലാളിയോട് മാസ്റ്റർ ദേഷ്യപ്പെട്ടു എന്നാണ്. അപ്പം ദ മാസ്റ്റർ വാസ് ആംഗ്രി ഡാഷ് ഹിസ് സെർവൻറ്റ്. ആംഗ്രി കഴിഞ്ഞാൽ അടുത്ത് വിത്ത് വരണം. അപ്പം ആംഗ്രി വിത്ത്. ദ മാസ്റ്റർ വാസ് ആംഗ്രി വിത്ത് ഹിസ് സെർവൻറ്റ് എന്നാണ്. ഇതുപോലെ ബാർഗെയിൻ വിത്ത്, നമ്മൾ വില പേശുവല്ലോ, ബാർഗെയിൻ വിത്ത്, പേശുക. ബിസി വിത്ത്, കമ്പയർ വിത്ത്, താരതമ്യം ചെയ്യുക. കംപ്ലൈ വിത്ത്. നോക്കണേ. കൺസിസ്റ്റന്റ് വിത്ത്, കോൺട്രാസ്റ്റ് വിത്ത്. അപ്പൊ വിത്ത് വരുന്ന ഈ വാക്കുകളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ബാർഗെയിൻ വിത്ത്, ബിസി വിത്ത്, കമ്പയർ വിത്ത്, കംപ്ലൈ വിത്ത്, കൺസിസ്റ്റന്റ് വിത്ത്, ഓക്കെ, കോൺട്രാസ്റ്റ് വിത്ത്. ദ മാസ്റ്റർ വാസ് ആംഗ്രി വിത്ത് ഹിസ് സെർവൻറ്റ്. ഓക്കെ, അടുത്തത് നോക്കാം. മോഹൻ കുഡ് നോട്ട് ബി ആംഗ്രി ഡാഷ് ഹിസ് സൺ. ഇവിടെ നോക്കണേ, ഇവിടെ ആംഗ്രി ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊണ്ടുവച്ചത്. ഇവിടെ നിങ്ങൾ ആംഗ്രി കണ്ടുകൊണ്ട് ആംഗ്രി എഴുതാൻ പാടില്ല, ഇവിടെ ടു എഴുതാൻ പാടില്ല. ഇവിടെ മോഹൻ കുഡ് നോട്ട് ബി ആംഗ്രി, അവൻ അദ്ദേഹത്തിൻ്റെ മകനോട്, അങ്ങനെ ഒരു അർത്ഥത്തിൽ മകനോട് എന്ത് ചെയ്യില്ല, ദേഷ്യപ്പെടാറില്ല എന്നാണ്. മോഹൻ കുഡ് നോട്ട് ബി ആംഗ്രി ടു ഹിസ് സൺ എന്നാണ്. അപ്പം മോനോട് എന്നുള്ള അർത്ഥത്തിൽ ടു ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണ്? അപ്പം അവിടെ ആംഗ്രി വിത്താണ്, ഇവിടെ ആംഗ്രി ടു ആണ്. നോക്കണം. ഇതുപോലെ ടു വരുന്ന അവസരങ്ങളാണ് ഇതുപോലെ അഫെക്ഷനേറ്റ് ടു, അതുപോലെ തന്നെ അലോട്ട് ടു, അറ്റാച്ച് ടു, ബിലോങ് ടു. ബിലോങ് ടു ഇമ്പോർട്ടൻ്റ് ആണ്. ബിലോങ് ടു, ക്ലോസ് ടു, ക്ലൂ ടു, കോൺട്രറി ടു, ഡെഡിക്കേറ്റ് ടു. ഇമ്പോർട്ടൻ്റ് ആണ് ഡെഡിക്കേറ്റ് ടു, ഡെസ്റ്റിൻഡ് ടു. ഓക്കെ, അടുത്തതിലോട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ. ഹി ഹാസ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് ഹെർ ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതൽ അവൻ അവിടെ ജീവിക്കുന്നു. ആ കുട്ടിക്കാലം ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്, പീരീഡ് ഓഫ് ടൈം അല്ല. പോയിന്റ് ഓഫ് ടൈം പറയുമ്പോൾ സിൻസേ വരാറുള്ളൂ. ഇവിടെ കുട്ടിക്കാലം മുതൽ അവൻ അവിടെ ജീവിച്ചു പോരുന്നു.
അപ്പൊ സിൻസ് ആണ് വരേണ്ടത്. നോക്കാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഓഫ് ദ ഫിലിം സ്റ്റാർസ് ഹാവ് എ പാഷൻ. മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ സിനിമാ താരങ്ങൾക്കും ഒരു പാഷൻ ഉണ്ട്. എന്തിനു വേണ്ടിയാണ്? ഫോർ ഫാഷൻ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ഫിലിം സ്റ്റാർസ് ഹാവ് പാഷൻ ഫോർ ഫാഷൻ. ക്ലിയർ ആണ്? അപ്പോൾ ഇന്നിവിടെ പ്രപ്പോസിഷന്റെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഒരു കാര്യം ഓർക്കുക, ഒരു തവണ കണ്ടതുകൊണ്ട് മാത്രം ഇതിനകത്ത് മാർക്ക് കിട്ടണമെന്നില്ല. നോട്ട് എഴുതുക. ആ ഒരു പർട്ടിക്കുലർ പ്രപ്പോസിഷൻ ഏതിനോടൊപ്പം ചേർന്നാണ് വരുന്നത് എന്നുകൂടി പഠിക്കുക. ഒരു കാര്യം കൂടെ ഓർക്കണം, 3 ടോപ്പിക് ക്ലാസ് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹാജാസ് PSCയിൽ ഇപ്പോൾ നടന്നു വരുന്ന ക്ലാസ്സുകളെല്ലാം മെഗാ സൂപ്പർ തന്നെയാണ്. കാരണം ഇംഗ്ലീഷ്, മലയാളം, മാത്സിൻ്റെ ടോപ്പിക് ക്ലാസ്സും മുൻകാല ചോദ്യങ്ങളുടെ ക്ലാസ്സും എല്ലാ ഡിഗ്രി ലെവൽ അടക്കമുള്ള എല്ലാ പരീക്ഷകളെയും ഊന്നൽ നൽകിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ക്ലാസ് ഇട്ടു. നാളെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്ലാസ് നാളെ മുതൽ തുടർച്ചയായി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.